സത്യം ഇതൊരു കാത്തിരിപ്പാണ്. 2-3 ദിവസം കൊണ്ട് വലിയ കാത്തിരിപ്പാണ്. കാരണം എന്തെന്ന് നിങ്ങൾക്കറിയുമല്ലോ, മത്സ്യത്തൊഴിലാളികൾ വളരെ വറുതിയിലാണ്. അപ്പോൾ കടലിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കണ്ടല്ലോ. തിരമാലകൾ, ശക്തമായ തിരമാലകൾ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. 2-3 ദിവസമായിട്ട് ഞാൻ ഈ കല്ലിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും ഒരു നല്ല മീൻ കൊത്തിയാൽ നമുക്ക് വളരെ ഉപകാരമാവും. കാരണമൊന്നുമല്ല, നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർ കാത്തിരിക്കുകയാണ് നമ്മളുടെ എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കണ്ണു മൊത്തം അവരിലോട്ടാണ്. അപ്പോഴത്തേക്ക് സത്യം പറയാം, വലപ്പണിയല്ല, ചൂണ്ടയാണ്. ചൂണ്ടയെന്ന് പറയുമ്പം പല ടൈപ്പ് ഓഫ് ചൂണ്ടയുണ്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് എന്താ പറയുക, ഈ വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ വരുന്നുണ്ട്. കാരണം തണുപ്പ് കൂടുതലായതുകൊണ്ട് ഉൾക്കടലിലുള്ള സാധനങ്ങൾ മൊത്തവും ഈ തണലായ ഈ പാലത്തിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മീൻ കിട്ടുമെങ്കിൽ അത് നമ്മുടെ ഷോയ്ക്ക് വലിയ ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങോട്ട് തിരികുകയാണ്. അവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? ഇരിക്കൂലല്ലേ? ചൂണ്ട ഇളക്കി, പതുക്കെ ചൂണ്ട ഇളക്കി. വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനം കിട്ടിയിരിക്കണം. വലിയ സാധനം, ഒരു 4 കിലോ വരുന്നില്ലേ? ഇതിന്റെ പേരെന്താണ്? പല്ലം പോള. അത് എല്ലാ സമയത്തും കിട്ടുമോ ഇത്? ഈ കടൽക്ഷോഭമുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് മാത്രമേ ഇത് കിട്ടൂ എന്നാണ് അവർ പറയുന്നത്. അതും ഈ കല്ല് എന്താ പറയുക, കടലിൽ കല്ലിൻ്റെ കാടുകളുണ്ട്. ആ കല്ലിൻ്റെ കാടുകളിൽ മാത്രം വളരുന്ന ഒരു സ്പെഷ്യൽ മീനാണ് പല്ലം പോള. ചൂണ്ടയിൽ മാത്രമേ ഇവനെ കുടുങ്ങത്തുള്ളൂ. ഇവനെ നമുക്ക് അങ്ങോട്ട് പൊള്ളിക്കാം അല്ലേ? എന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇതിൻ്റെ സ്ലാബും ഇതിനെ കളഞ്ഞ് നമ്മൾ ചുടാൻ പോവുക നാടൻ രീതിയിൽ. എങ്ങനെ കൂടെ അങ്കിള് കൂടെ കാണണം. നമുക്കിതൊന്ന് പൊളിച്ചടുക്കണം കേട്ടോ മക്കളെ? ഓക്കെ, വാ നമുക്ക് അതിലോട്ട് പോവാം. വാ മക്കളെ. നോക്കിയേ, പല്ലം പോള. അപ്പം നമുക്കിവനെ മസാല പൊടക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ക്ലീൻ ചെയ്യണം. കണ്ട ഇതിൻ്റെ മുള്ള് കണ്ട ഭയങ്കര കാഠിന്യമാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പേ നമ്മുടെ കത്തി ഒന്ന് തീട്ടാം. കത്തി തീട്ടിയിട്ട് ഇതെൻ്റെ മസാല കൂട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതാണ്ട് മൂർച്ച വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പല്ലം പോളയിലോട്ടൊന്ന് പോകാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ചെതുമ്പലിനൊക്കെ ഭയങ്കര കട്ടിയാണ്. കണ്ട ഇതാണ് ആ പല്ലം പോളയുടെ പ്രത്യേകത. കണ്ടോ, ആ ചെതുമ്പൽ പോയി കഴിഞ്ഞപ്പോൾ വേറൊരു ലെവലിലായി. അതിനു മുമ്പേ എന്താ പറയുക, മഴവില്ല് പോലെ സുന്ദരിയായിരുന്നു.
കണ്ടോ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ശരപഞ്ചരത്തിൽ ജയനങ്ങ് എണ്ണയിടുന്ന ഒരു രീതിയുണ്ടല്ലോ, അതുപോലെ നമുക്കിവനെ നല്ലൊരു മസാല കൂട്ടിലൊന്ന് കുളിപ്പിക്കാം അല്ലേ. ഓക്കെ, മസാല ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇനി മസാല കൂട്ടിലോട്ട് കിടക്കണ കിടപ്പ് കണ്ട. ഇനി നമ്മളിവനെ ഒന്ന് സുന്ദരനാക്കണ്ടേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഇതാ കണ്ടല്ലോ, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ, ഗരം മസാല, രമ്പയില, പച്ചമുളക്, തക്കാളി. തുടങ്ങാം അല്ലേ. ആദ്യമായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മളത് നല്ല കല്ലിൽ ഇടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതന്നെ നമ്മളിതാ ഇവിടെ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം, ഇതിന് സ്പെഷ്യലി എരി കൂടുതലായതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാശ്മീരി ചില്ലി കറക്റ്റ് കണ്ടോ, അല്ലാതെ കളറൊന്നുമല്ല. നമ്മളിത് ചേർത്തു. അല്പം മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ശകലം ഗരം മസാല. നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി കുറച്ച് ഗരം മസാല ചേർക്കുകയാണ്. ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വലിയ മീനല്ല, അപ്പോൾ ഉപ്പ് കുറച്ച് ഇത്ര ഇരുന്നോട്ടെ. നമ്മൾ ഈ മിക്സ് ചെയ്യാൻ പോകുന്നത് എണ്ണയോ ഒന്നുമല്ല, നമ്മൾ നാരങ്ങയിൽ മിക്സ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ കുരു എടുത്ത് കളയാൻ മറക്കണ്ട. കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞാൽ എടുക്കുകയാണ്. ഇതിന് അല്പം പരുവപ്പെടുത്തുകയാണ്. ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഇവനെ കണ്ടോ നല്ല പരുവാക്കുക. ഒന്നുകൂടി നമുക്ക് നല്ലപോലെ ഒന്ന് കാണാം അല്ലേ. മസാല കണ്ടോ, മസാല ഇങ്ങനെ കണ്ടോ. കളറൊന്നും നമ്മൾ ഈ കളർ ആവശ്യമില്ലാതാണ് ഈ കളറൊക്കെ ചേർക്കുന്നത്. ഇതിന് പകരം നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ മതി. മസാലക്കൂട്ട് അതിന് റെഡി ആയിട്ടുണ്ട്. അതാ കണ്ടോ, ഞാൻ ഒരു ഉരുള പിടിച്ച് മസാലക്കൂട്ടിന് നമ്മുടെ നാരങ്ങയിലാണ് ഇതിനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അവളങ്ങ് റെഡി ആയിട്ടുണ്ട്. കാരണം എത്ര പ്രാവശ്യം ഉടച്ചാലും പിടിച്ചാലും ഇവൾ അനങ്ങത്തില്ല കേട്ടാ. ഇതിനെ നമുക്കപ്പോൾ ചുട്ടെടുക്കുമ്പോൾ എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കി. വാഴയില വേണം, വാഴയിലുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ വാഴയില നമ്മളത് ആദ്യം ഒന്ന് മുറിച്ചിട്ട് ഇപ്പോൾ വരാം കേട്ടോ. ഏതായാലും വാഴയില ഒന്ന് മുറിച്ച് കളയാം. നോക്കട്ടെ, കയറാൻ പറ്റത്തില്ല, കയറിയത് ഒടിഞ്ഞു വീഴും. ഈ വാഴയിലയിൽ നമുക്ക് അവനങ്ങ് പൊതിയണ്ടേ. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. വേണ്ട, നമുക്ക് ഇവനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ വാഴയിലയിൽ നമുക്ക് അവനെ അങ്ങോട്ട് പൊതിയണം. ഓക്കെ, വാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. എടുത്ത് ചുടാനുള്ള പരിപാടി അങ്ങ് തുടങ്ങാൻ പോകണം. ആദ്യം ഒരു സൈഡിലത്തേക്കുള്ളത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ തിരിച്ച് നമ്മൾ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തൊരു ചെയ്യുന്നത് പച്ചമുളക്, കുറച്ചുകൂടി എരി വേണം. അപ്പോൾ പച്ചമുളക് കീറിയിട്ട് നമ്മൾ ഇതെല്ലാ ഭാഗത്തും ഇതിനിടയിൽ കയറ്റാനുള്ളൊരു പരിപാടിയാണ്. മുളകെല്ലാം വച്ച് കഴിഞ്ഞു. പിന്നെ നാരങ്ങയുടെ പീസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തക്കാളി വേണ്ട, തക്കാളി ഇവിടെ അരിച്ച് വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള രണ്ടെണ്ണം ഏതാണ്ട് ഇവിടത്തേക്കുള്ളതായി. ഇവനെ നേരെ നമ്മൾ തിരിച്ചു വയ്ക്കും കേട്ടോ. ഇനി ഇളകത്തില്ല, ഇത് ഇളകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് ഇവനെ ഇങ്ങനെ കിടത്തിയിട്ട് ഇനി അതേപോലെ നമ്മൾ പച്ചമുളക് എടുത്ത് വേണ്ട നമ്മൾ ഇവനെ അങ്ങോട്ട് ഒരുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നല്ല കനലിലാണ് ചുട്ടെടുക്കുന്നത്. ഒരു ടൈം എടുക്കും, കാരണം മീനിൻ്റെ വേവിനെ കുറിച്ച് അറിയുമല്ലോ. അപ്പോൾ നമുക്ക് വാഴയില പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു അലുമിനിയം ഫോയിലിനെ നമുക്ക് ചുറ്റാം.
മഴവില്ല് പോലൊരു സുന്ദരിയെ നമ്മൾ ഈ വെള്ളി കവറിനകത്താക്കിയിരിക്കണം കേട്ടോ. വെൽഡ് പാക്കാക്കിയിരിക്കുകയാണ്. നമുക്കിവനെ ഇങ്ങ് ചുട്ടെടുക്കാം അല്ലേ. നമ്മളിനി കല്ല് കൂട്ടാൻ പോവുകയാണ്. കല്ല് കൂട്ടി ഇവിടെ നമുക്ക് വിറക് ശേഖരിച്ചാണ് ചെയ്യണം. പ്രത്യേക വിറകൊന്നും മാറ്റിയിട്ടില്ല. കുറച്ച് ചിരട്ട ഇവിടെയുള്ള വിറകുകളൊക്കെ എടുത്ത് നമ്മളങ്ങോട്ട് തുടങ്ങാൻ പോവാം. നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റായപ്പോഴത്തേക്ക് ഇതിന്ന് മണം അങ്ങോട്ട് ഇളകി വരാം കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ആ ചുട്ട മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ കല്ലൊക്കെ ഒന്ന് മാറ്റി നമുക്കിത് കഴിക്കാൻ വേണ്ടി, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടി നമുക്കിതിനൊന്ന് പാകപ്പെടും. നല്ല ചൂടുണ്ട്. എടുക്കാൻ പോവാണ്. അപ്പോൾ എടുത്ത് അപ്പോൾ നമ്മൾ ഈ സാധനത്തിനെ ഇങ്ങ് എടുത്തു. ഇനി നോക്കാതെ തന്നെ ഞാൻ പറയാം, സത്യം ആ മണം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറപ്പാണ്, ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്കിത് അവർക്ക് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പം നമുക്ക് ഇതൊന്ന് അല്ലേ നോക്കിയില്ലെങ്കിൽ പിന്നെ അപ്പോൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ടേസ്റ്റിനെ കുറിച്ച് പറയാം, അവർക്ക് തന്നെയാണ് പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം അല്ലേ. നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ നോക്കട്ടെ. അയ്യോ അയ്യോ എങ്ങനെയുണ്ട്? അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. നമ്മൾ ഈ പുറമേ കാണുമ്പോൾ കരിഞ്ഞിരിക്കുന്ന കണക്കൊക്കെ തോന്നും, പക്ഷേ ഉള്ളൊന്നും കരിഞ്ഞിട്ടില്ല. നല്ല കഴിക്കാൻ പറ്റിയ സൂപ്പർ അടിപൊളി പരുവാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൽ 2-3 വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾക്കിതിൽ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് സ്പൈസി കൂടുതൽ കഴിക്കുന്നതാണ്, എന്നാൽ എരിവ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഇടയിലും ഓരോ കട്ടിങ്ങിൻ്റെ ഭാഗത്തും നമ്മൾ പച്ചമുളക് കീറി വെച്ചത്. അതിൻ്റെ ഗുണം മീനിൻ്റെ അങ്ങ് അകത്ത് വരെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യത്യസ്തമായ മസാല നിങ്ങൾ ഉപയോഗിക്കണം, മറക്കണ്ട. അവരെക്കാളും ഞാൻ കൂടുതൽ കഴിക്കേണ്ടി വന്നു കേട്ടോ.